ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇനി ആമിക്കുട്ടി ചൊല്ലിക്കോളൂ. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
Om Namah Shivaya. 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 Om Namah Shivaya.
Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. ഓം Om നമഃ Namah ശിവായ. Shivaya. Om Namah Shivaya. ഇനി കുറച്ചു നേരം Om ശിവായ. ശിവാഷ്ടകം ചെല്ലാം സാർ. ചൊല്ലിക്കും. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം വദദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ഗലേരുണ്ഠമാടം തനോ സൗർപ്പജാലം മഹാകാശകാലം ഗണേശാദിപാലം ജടാജൂടഗംഗോധരംഗൈർവിശാലം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ മുദാമാകരം മണ്ഡലം മണ്ഡയന്തം മഹാമണ്ഡലം പത്മഭൂഷാധരം തം അനാദിഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ഷഡോധോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാവവംശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ഗിരി ഗിരീന്ദ്രാത്മജാസം ഗൃഹീതാതദേഹം ഗിരോ സംസ്ഥിതം സർവദാ സന്നിഗേഹം പരബ്രഹ്മ ബ്രഹ്മാദിഭിർവൃന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ കപാലം ത്രിശൂലം കരാഭ്യം ദദാനം പദോംഭാജനാമ്രായ കാമം ദദാനം വെലീവർദ്ധയാനം സുരാണം പ്രധാനം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ശരചന്ദ്രഗാത്രം ഗുണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം അപർണാകളത്രം വിചിത്രം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ ഹരം സർപ്പഹാരം ചിത്രാപുഹാരം ഭവം ദേവസാരം സദാ നിർവികാരം ശ്മശാനേ വസന്തം മനോജം സഹന്തം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ സ്തവം യപ്രഭാതേ പ്രതാപ് നരേശൂലപാണേ പടേ സർവദാ ഭാവാതുരക്ത സപുത്രം ധനദ്ദം ധനദ്യാനമിത്രം കളത്രം വിചിത്രം സമാരാധ്യമോക്ഷം പ്രയാധി ഇത് ശ്രീ ശിവാഷ്ടകം സമ്പൂർണം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമ്മൾ സംസാരിച്ച ബാക്കി കാര്യങ്ങൾ ഇന്ന് നമ്മൾ വലിയ തീരുമാനത്തിലെ ചെറിയ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ് അല്ലെ. എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടല്ലോ, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു പുണ്യദീവനമായി നമ്മൾ ഇതിനെ കാണുന്നു. ഇന്നലെ ചോദിച്ച ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. അതിനും കൂടി ഇന്നലെ ചെറിയ രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആലോചിച്ച് കുറച്ചും കൂടി വിശാലമായി പറഞ്ഞു തരണം.
പറയണമെന്ന്. എന്നാലേ നമ്മൾ സൃഷ്ടി സ്ഥിതി പറ്റിയുള്ള കഥകൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, ശിവനെ സംഹാരമൂർത്തിയായി, അതിനിടയിൽ എന്തെങ്കിലും ബാക്കിയില്ലല്ലോ രാധമ്മ? നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങൾ എന്തെങ്കിലും ബാക്കിയില്ലല്ലോ ഇപ്പൊ ചെയ്യാനായിട്ട്? സാർ, ഇനി നമുക്ക് വൈകിട്ട് ചെയ്യാം. വൈകിട്ട്. ഓക്കെ, വൈകിട്ട് ചെയ്യാം. അപ്പോ ശിവനെ എന്തുകൊണ്ടാണ് സംഹാരമൂർത്തി എന്ന് വിളിക്കുന്നത്? സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. സംഹാരം അല്ലേ? അപ്പോഴാണ് നമുക്ക് ശിവം എന്ന് പറയുന്ന ആ പരമ ആദിചൈതന്യത്തെ, ഇതൊരു വലിയൊരു ഇതാണ്, ആ ആദിചൈതന്യത്തെ എല്ലാത്തിൻ്റെയും പരമമായ ആദ്യമില്ലാത്ത അല്ലെങ്കിൽ ആദ്യം സംഭവിച്ചിട്ടില്ലാത്ത ഒരു പരമചൈതന്യത്തെ എന്തുകൊണ്ടാണ് സംഹാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ് അല്ലെ? ഭയത്തിന്റെ ഒരു അടയാളമായി പെടുത്തിയത് സംഹാരമൂർത്തി അല്ലെങ്കിൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന എന്ന് തോന്നുന്ന ഒരു വാക്ക്. അങ്ങനെയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശിവൻ സംഹാരമൂർത്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന എന്ന അർത്ഥത്തിലല്ല, അങ്ങനെയുള്ള ഭീഭത്സമായ അർത്ഥവ്യാപ്തിയിലല്ല സംഹാരം എന്ന് പറയുന്നത്. കേവലം ഭയപ്പെടുത്തുന്ന ഒരു അർത്ഥത്തിലല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായ അല്ലെങ്കിൽ പ്രപഞ്ച നിലനിൽപ്പിന്റെ അത്യന്താപേക്ഷിതമായ ഒരു ധർമ്മം ആണ് സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ആത്മീയമായും തത്വശാസ്ത്രപരമായും നമ്മളൊന്ന് സമീപിക്കേണ്ടിയിരിക്കുന്നു. ആഴത്തിലുള്ള അർത്ഥം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. സംഹാരം എന്നതുകൊണ്ട് ഒരിക്കലും അവസാനിക്കൽ എന്നതല്ല. സംഹാരം മറ്റൊന്നിന്റെ തുടക്കം കൂടിയാണ് എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാം സംഹാരത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ. പ്രപഞ്ചത്തിൽ ഒന്ന് ചീഞ്ഞാൽ മാത്രമേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് നശിച്ചാൽ മാത്രമാണ് മറ്റൊന്ന് ഉണ്ടാവുകയുള്ളൂ. ഒന്ന് മരിച്ചാൽ മറ്റൊന്ന് ജനിക്കുന്നു എന്ന തത്വം വരുമ്പോൾ ഒരു വിത്ത് നശിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ വിത്ത് ഇല്ലാതെയാകുമ്പോൾ മാത്രമാണ് ഒരു വൃക്ഷം ഉണ്ടാവുന്നത്. അതുപോലെ ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ, ഒരു ദിവസം അവസാനിക്കുമ്പോൾ മാത്രമാണ് മറ്റൊരു ദിവസം സൃഷ്ടിക്കുന്നത്, ഉടലെടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിന്റെയും അവസാനമാണ് മറ്റൊന്നിന്റെ തുടക്കമെങ്കിൽ സംഹാരമില്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവില്ല. അവിടെയാണ് ശിവൻ മംഗളകരമായ, ശിവൻ ഇന്നലെ അർത്ഥം പറഞ്ഞു, ശിവോഹം, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. മംഗളകരമായ ഒരു പര്യവസാനം സംഭവിക്കുമ്പോൾ മാത്രമാണ് വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം മംഗളമായി അവസാനിക്കുമ്പോഴാണ് മറ്റൊരു കാര്യത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. ഇതൊരു വിനാശമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് രൂപാന്തരീകരണം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ്. ഇത് വളരെ ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിച്ചു പോകാം. നമ്മൾ ഒരു പഠനം
സ്കൂളിലെ പഠനം, കോളേജിലെ പഠനം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ജോലിക്ക് തുടക്കം കുറിക്കുക. ജോലി അവസാനിപ്പിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആത്മീയ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുക. അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്വഭാവം അവസാനിപ്പിച്ചു കഴിയുമ്പോഴാണ് മറ്റൊരു നല്ല കാര്യം നമുക്ക് തുടങ്ങാൻ സാധിക്കുക. ഇന്ന് തന്നെ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഒന്നിനെ സംഹരിച്ചു കളയുന്നു. നമ്മളിലുള്ള ഒരു സ്വഭാവത്തെ നമ്മൾ സംഹരിക്കുമ്പോൾ അവിടെ മറ്റൊരു സ്വഭാവം നമ്മൾ രൂപീകരിക്കും. ഇതെല്ലായിടത്തും തുടക്കമാണ്. അപ്പോൾ സൃഷ്ടി ഉണ്ടാവണമെങ്കിൽ ഒരു സംഹാരം നടക്കണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ ഒരു ചിത്രം ഒരു പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ, ഉണ്ടാക്കുകയാണെങ്കിൽ, ആ പേപ്പറിന്റെ ബ്ലാങ്ക്നെസ്, ആ പേപ്പറിൽ എംപ്റ്റിനെസ് അവിടെ ഇല്ലാതായാൽ മാത്രമാണ് അവിടെ പുതിയൊരു ചിത്രം നിർമ്മിക്കാൻ സാധിക്കുക. അപ്പോൾ അവിടെ ആ പേപ്പറിന്റെ ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ അവസാനിക്കുന്നു. അപ്പോൾ മാത്രമാണ് അവിടെ പുതിയ സൃഷ്ടി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ സംഹാരത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. അവിടെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, എന്താണ് സംഹാരം? എവിടെയാണ് സംഹരിക്കേണ്ടത്? സംഹാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിന്റെ അഹങ്കാരത്തിന്റെയും അജ്ഞതയുടെയും സംഹാരമാണ് ശിവത്തിൽ ലയിക്കുമ്പോൾ സംഭവിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലുള്ള അജ്ഞത അല്ലെങ്കിൽ അഹങ്കാരം, അതുപോലെ ദുർഗുണങ്ങൾ, ഇവയൊക്കെയാണ് ശിവം സംഹരിക്കുന്നത്. ശിവന്റെ തൃക്കണ്ണ്, മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ ദഹിക്കുന്നത്, അല്ലേ? കഥ കേട്ടിട്ടുണ്ടല്ലേ? ശിവൻ ഘോര തപസ് അനുഷ്ഠിച്ചു വരുമ്പോ ദേവന്മാരെല്ലാം ചേർന്ന് പറഞ്ഞു, ഇവിടെ സംഹാരം മുഴുവൻ നിന്നു പോയിരിക്കുന്നു, അതുകൊണ്ട് ഒരു വഴി കണ്ടെത്തണം എന്ന് കരുതി അങ്ങനെ കാമദേവനെ പറഞ്ഞയച്ച കഥ കേട്ടിട്ടുണ്ട്. കാമദേവനോട് നിന്ന് കുറച്ച് വിക്രിയകളൊക്കെ കാണിച്ചു. കാമമാകുന്ന നമ്മുടെ മോഹാദികളിൽ കൊണ്ട് ശിവനിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണയച്ചപ്പോ ഭഗവാൻ മൂന്നാം കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നത് മാത്രമേ ഉള്ളൂ. കാമദേവൻ അവിടെ ഭസ്മമായി പോയ കഥ കേട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു യോഗീശ്വരനെ എപ്പോഴാണോ അയാൾ ലോഭാദികളിൽ പെട്ടുപോകുന്നത്, അപ്പോൾ അയാൾക്ക് ജ്ഞാനമാകുന്ന മൂന്നാം കണ്ണ് തുറന്ന് ആ കാമത്തെ ഭസ്മമാക്കി കളയാൻ സാധിക്കും എന്നുള്ള ലളിതമായിട്ടുള്ള ഒരു തത്വമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മൾ മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ ദഹിക്കുന്നത് പുറമേയുള്ള ലോകമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന അല്ലെങ്കിൽ അജ്ഞതയാകുന്ന ഇരുട്ടാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ നമ്മുടെ പരിമിതമായ സത്വത്തെ ഇല്ലാതാക്കി നമ്മെ പരമമായ ബോധത്തിലേക്ക്, അല്ലെങ്കിൽ പരമമായ ബോധം എന്ന് ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചതാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള മനുഷ്യജന്മത്തിൽ ലക്ഷ്യമായ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നത്. അങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ശിവൻ എന്ന സംഹാര അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇനി സൃഷ്ടി സ്ഥിതി സംഹാരം എന്നത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഊർജം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റപ്പെടുത്തേണ്ട മാത്രമാണ് പ്രകൃതിയുടെ തത്വം. അല്ലാതെ ഊർജം സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഊർജം ഒരിടത്ത് തന്നെ കെട്ടിക്കിടക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കണമെങ്കിൽ
അവിടെയുള്ള പഴയതിനെ ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ശിവൻ എന്ന് പറയുന്ന കാലത്തിന്റെ ദേവൻ, കാലദേവൻ, മഹാകാലൻ എന്ന് പറയുന്നത്. കാലം എന്തിനേയും ഇല്ലാതാക്കുന്നു എന്ന അർത്ഥത്തിൽ. എന്നാൽ അവിടെയും വീണ്ടും മനസ്സിലാക്കേണ്ടത് ശൂന്യതയിൽ നിന്നും വീണ്ടും പ്രപഞ്ചം ഉദിക്കുന്നു. അപ്പോൾ ഒന്ന് ഇല്ലാതായി ശൂന്യമായി വീണ്ടും അവിടെ, ശൂന്യം എന്ന് പറയുമ്പോൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ശൂന്യത. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഹിന്ദു ദർശനപ്രകാരം, വേദാന്ത പ്രകാരം ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ പരമലക്ഷ്യം. നമ്മുടെ കർമ്മഫലങ്ങളെയും ഭൗതികമായിട്ടുള്ള ശരീരത്തിനെയും ഒക്കെ ഇല്ലാതെയാക്കി അല്ലെങ്കിൽ സംഹരിച്ച് ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കാൻ സഹായിക്കുന്ന ദേവഗണം, ദേവൻ ഏതാണോ അതാണ് ശിവൻ. അതുകൊണ്ടാണ് നമുക്ക് കാശിയിൽ മരിക്കുന്നവർക്ക് മോക്ഷം എളുപ്പത്തിൽ ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശിവൻ എന്ന് പറയുന്നത് സംഹാരം എന്ന ഭയാനകമായ അവസ്ഥയല്ല, മറിച്ച് നമ്മുടെയൊക്കെ നിത്യ ആവശ്യമായ നിർഭലമായ ഒരു പ്രക്രിയ എന്ന് വേണം അനുമാനിക്കുക, എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ നമ്മെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്, അല്ലെങ്കിൽ അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക്, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പ്രതിഭാസത്തെയാണ്, ആ അവസ്ഥയാണ് സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിവപുരാണത്തിലൊക്കെ വളരെ വിശദമായി തന്നെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇവിടെ അടുത്തൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശിവ അവസ്ഥയെ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള മഹത് ഗുരുവാണ്, എന്നും നിത്യവും പൂജിക്കുന്ന പരമ സത്യമായ ഗുരുദേവൻ ശങ്കരാചാര്യർ ആണ്. അദ്വൈത സിദ്ധാന്ത പ്രകാരം, അല്ലെങ്കിൽ ഇന്ന് ഭാരതത്തിൽ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സംസ്കാരത്തെ തന്നെ ഉയർത്തിയ മഹത് വ്യക്തി. ഈ ദിവസം ആ മഹത് വ്യക്തിയെ വിസ്മരിക്കാതെ തരമില്ല. ശിവൻ എന്ന് പറയുന്നത് ശുദ്ധബോധമാണ്, അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് ആണെന്ന് പ്രഖ്യാപിച്ച, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത മഹത് വ്യക്തിയാണ് അദ്ദേഹം. ശിവോഹം എന്ന സങ്കല്പത്തിൽ, നിർവാണാഷ്ടകത്തിൽ വളരെ വിശദമായി ശങ്കരാചാര്യർ 4 വരികളിലൂടെ ഇത് മുഴുവൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. മനുഷ്യന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ശിവോഹം തന്നെയാണ്, ശിവനാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. മനോബുദ്ധഹങ്കാര ചിത്താനിനാഹം ശ്രോതജിഹ്വേന ച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപാ ശിവോഹം ശിവോഹം. ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ അഹങ്കാരവുമല്ല, ഞാൻ ചിത്തവുമല്ല, ഞാൻ പഞ്ചഭൂതങ്ങളുമല്ല, എനിക്ക് മാറ്റമില്ല,
അപ്പോൾ ഞാൻ ആനന്ദ രൂപമായ ബോധമാണ് എന്ന് പറയുന്നു. ന വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദ രൂപാ ശിവോഹം ശിവോഹം ശിവോഹം. അപ്പോൾ പരമമായ ആ സത്യം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ശുദ്ധബോധമാണ് എന്ന തിരിച്ചറിവ്, അതാണ് ശിവരാത്രിയുടെ നമ്മൾ ഇന്നലെ പറഞ്ഞ ജാഗരണത്തിന്റെ, ബോധോദയത്തിന്റെ, ബോധാവസ്ഥയുടെ പരമമായ ലക്ഷ്യം. നമ്മെ മൂടിയിരിക്കുന്ന ഉപാധികളായ ശരീരമല്ല, മനസ്സല്ല, ഇതെല്ലാം നീക്കം ചെയ്ത് ഞാനിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശിവരാത്രി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരു തരത്തിലുള്ള വിഷയവും ഇല്ല എന്ന് പറയുന്നത്. കാരണം ഞാനല്ല ഇതൊന്നും എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ വളരെ വിശദമായി തന്നെ സൗന്ദര്യ ലഹരിയിലും ശക്തിയെയും ശിവനെയും അതേപോലെ വർണ്ണിച്ചു. ശിവൻ ഒറ്റയ്ക്ക് ഒന്നും ആവില്ല. ശക്തി എപ്പോഴാണോ ശിവനിൽ ചേരുന്നത്, അല്ലെങ്കിൽ ശക്തി എപ്പോഴാണോ ശിവനിൽ വിലയം പ്രാപിക്കുന്നത്, അപ്പോൾ മാത്രമേ പൂർണ്ണത ഉള്ളൂ എന്നുള്ള അവസ്ഥ. ശിവാഹം ശക്തോ യുക്തോ യതി ഭവതി ശക്താനാം പ്രതിവിധാം പ്രഭവിധം ന ചേതവ്യം ചേതവം ദേവോ നഖലം കുശാലാഹ സ്പന്ദിതബുദ്ധി എന്ന് ശിവ സൗന്ദര്യലഹരിയിൽ പറയും. അതായത് ശക്തിയില്ലാതെ ശിവൻ നിശ്ചലമാണ്. ഊർജമില്ലാത്ത ബോധത്തിന് ചലനമില്ല എന്ന ശിവൻ ബോധമാണെങ്കിൽ ശക്തിയാണ്, അല്ലെ? ശക്തി എന്ന് പറഞ്ഞാൽ ഊർജം. ബോധം മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോ. ശക്തി ഊർജമില്ലെങ്കിൽ അപ്പൊ അതിന് ചലനമില്ല. എത്ര വലിയ ഫിലോസഫിയാണ്, എത്രയും വലിയ സയന്റിഫിക്കൽ തിയറിയാണ്. അത്രയും വർഷം മുമ്പ് തന്നെ, മനുഷ്യകുലത്തിന്റെ എത്രയോ വർഷം മുമ്പ് തന്നെ നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞു വെച്ചത്. ഇത് തിരിച്ചറിയാതിരിക്കാൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ മനുഷ്യനെ തളച്ചിട്ടിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. ഇന്ന് കാലം മാറി. നമ്മുടെ ഉള്ളിലെ ബോധത്തെ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഊർജം, ശക്തി, ദേവി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ശിവം ഇല്ല. അപ്പോൾ ശിവരാത്രിയിൽ നാം രണ്ട് തത്വങ്ങളെയും ഒരേപോലെ ആരാധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗുരുവിന്റെ ശിവാനന്ദ ലഹരി ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ തലത്തെ പ്രതിപാദിക്കുന്ന, ഭക്തിയെയും ജ്ഞാനത്തെയും എങ്ങനെ കൂട്ടിയിണക്കാം? ശിവാനന്ദ ലഹരി സംഭവിക്കണമെങ്കിൽ ജ്ഞാനം ഉണ്ടാവണം. ഇല്ലെങ്കിലെല്ലാം ഇപ്പോഴുള്ള ലഹരി അജ്ഞാനത്തിന് ലഹരിയായി പോകുന്നു എന്നുള്ളതാണ്. ചിന്തകളാകുന്ന അല്ലെങ്കിൽ മനസ്സാകുന്ന കുതിരയെ ബോധമാകുന്ന തറയിൽ, അല്ലെങ്കിൽ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാകുന്ന കുതിരയെ ബോധത്തിൽ കൊണ്ട് തളക്കുക. പുറത്തേക്ക് ഓടുന്ന മനസ്സിനെ ഉള്ളിലെ ചൈതന്യത്തിൽ, ശിവചൈതന്യത്തിൽ, ബോധ ചൈതന്യത്തിൽ, അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്, നമ്മുടെ പരമമായ ബോധത്തിലേക്ക് നിശ്ചലമാക്കുന്ന അവസ്ഥ. ഇത് നമ്മൾ താമസിയാതെ
112 നിയമങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ്. സമയമാവട്ടെ എന്ന് കരുതി നിൽക്കുന്നു. 112 തത്വങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ചൈതന്യത്തെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ ജീവനെ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോഴേക്കും 5 പടികൾ കയറണം, എങ്കിൽ മാത്രമേ അതുള്ളൂ. 6ാമത്തെ പടിയിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കും. ഇതിലേക്ക് എപ്പോഴാണോ നമുക്ക് തറക്കാൻ സാധിക്കുന്നത്, അതിലേക്ക് നമ്മൾ ലയിപ്പിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കാൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ശിവോഹം അനുഭവിക്കാൻ സാധിക്കുക. മറ്റൊരു തത്വം നമുക്ക് ദക്ഷിണാമൂർത്തി, അല്ലെ, ആ സങ്കല്പത്തെ പറ്റിയിട്ടും ഒന്ന് ആലോചിച്ചു പോകണം. എന്താണ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലൂടെ പറയുന്നത്? നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നതും അറിഞ്ഞു വച്ചിരിക്കുന്നതും ഇവിടെ വരുന്നതിന് മുമ്പൊക്കെ നമ്മളെല്ലാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത്, എത്ര കൂടുതൽ സംസാരിക്കുന്നുവോ അത്രയും നമുക്കെല്ലാം ലഭിക്കും. എത്ര കൂടുതൽ പ്രവർത്തിക്കുന്നുവോ അത്രയും നമ്മൾ കൂടുതൽ ലഭിക്കും. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് അടുത്ത കാലത്തായിട്ട് രാവിലെ മെഡിറ്റേഷൻ കൊണ്ടിരുത്തി, ഓക്കെ എല്ലാവരും ഇരിക്കട്ടോ എന്നും പറഞ്ഞ് സാർ ഇവിടെ കാശ് മേടിച്ചിട്ട് എല്ലാത്തിനെയും സൈലന്റ് ആയിട്ട് ഇരുത്തും. അക്ഷരം ഉണ്ടില്ല. അരമണിക്കൂർ 3/4 മണിക്കൂർ ഒന്നുമില്ല, നിശ്ചലം. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ നിശ്ചലത്തിൽ എന്തോ കാര്യമുണ്ടല്ലോ സാർ ഇരിക്കാൻ പറഞ്ഞത്. ഇപ്പൊ എവിടെയൊക്കെയോ ബോധം കുറെയൊക്കെ പതുക്കെ ഓപ്പണായി വന്നു, അല്ലെ? മൗനത്തിനാണ് ഏറ്റവും ബലമുള്ളത്, ഏറ്റവും ശക്തമുള്ളത് എന്ന് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു. മൗനമാണ് ഏറ്റവും വലിയ ജ്ഞാനമെന്ന്, അല്ലെങ്കിൽ ലോകത്തിന് ജ്ഞാനം നൽകുന്നത് മൗനത്തിലൂടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്വത്രമാണ് ദക്ഷിണാമൂർത്തി. മൗന വ്യാഖ്യാ പ്രകടിത പരമബ്രഹ്മ തത്വം യുവാനാം. അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ നമ്മൾ കേൾക്കുന്ന, നമ്മൾ അറിഞ്ഞ, നമ്മൾ കേട്ട കഥകളിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ യഥാർത്ഥ തത്വത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം. മതാചാര്യന്മാരെല്ലാം മതസംഹിതകളിലൂടെ അല്ലെങ്കിൽ അവരുടെ ആവശ്യാനുസരണമുള്ള വ്യാഖ്യാനങ്ങളിലൂടെ നമ്മളെ ബ്രാഹ്മണ്യത്തിലേക്കും മറ്റും, ബ്രാഹ്മണ്യം എന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു കുലത്തെ പറ്റിയാണ്, ആ ഒരു ഉന്നത കുല രീതികളിലേക്കും അവരിൽ മാത്രം ഇതിനെ ഒതുക്കാൻ വേണ്ടി ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ, അബദ്ധ വ്യാഖ്യാനങ്ങൾ നൽകി നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് ഒരുപാട് സത്യമാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞ, അങ്ങനെ പറയുന്നതിനേക്കാളും ലളിതം, നമ്മൾക്ക് നമ്മളാകുന്ന അജ്ഞാനത്തിൽ പലതും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയും മറ്റും പോയി അത് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു എന്ന് മാത്രമാണ്. ഇപ്പൊ നിങ്ങളിവിടെ ഇത്രയും ഇരിക്കുന്ന ഈ 60ഉം 70ഉം ആൾക്കാര് ഇതിനു മുമ്പ് വിചാരിച്ച രീതിയിലല്ല ഇന്നിപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ വിളക്ക് വെക്കുന്നതും ഒക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിയമം ഒപ്പിക്കുന്നത് പോലെ ഓം നമ ശിവായും ശിവോഹം ഒക്കെ, അല്ലെങ്കിൽ അഷ്ടോത്തരിയൊക്കെ ചൊല്ലി നിയമം ഒപ്പിക്കുന്ന പോലെ ചെയ്ത് ഭഗവാനെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നിങ്ങളെല്ലാവരും അത് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് മാറ്റി എന്നുള്ള സത്യം. ഇത് ശുദ്ധബോധാവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്. ശിവം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെയും സംഹാരം എന്നതല്ല അർത്ഥം, മറിച്ച് സത്യത്തെ മറക്കുന്ന മായയെ ഇല്ലാതാക്കലാണ്, അല്ലെങ്കിൽ മറ്റൊന്നിന്റെ തുടക്കമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഇരുട്ട്
മാറുമ്പോൾ മാത്രമാണ് അവിടെ വെളിച്ചം വരുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ്. അങ്ങനെ അല്ല, ഇരുട്ട് അപ്പോഴും അവിടെ ഉണ്ട്, അത് മാറി നിൽക്കുന്നു എന്ന് മാത്രമാണ്. അതുപോലെ ജ്ഞാനമുദിക്കുമ്പോൾ അജ്ഞാനം താനെ മാറി നിൽക്കും എന്നുള്ള അവസ്ഥ. ഇപ്പൊ ശിവൻ സംഹാരമൂർത്തിയാകുന്നത് നമ്മുടെ ദുഃഖങ്ങളെയും സംശയങ്ങളെയും ഇല്ലാതാക്കി നമ്മുടെ സത്യത്തിലേക്ക് നയിക്കാനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഗുരു ശങ്കരാചാര്യർ കാണിച്ചു തന്ന പാത മറ്റൊന്നുമല്ല, അന്വേഷണത്തിൻ്റെതാണ്. ശിവൻ നിങ്ങളിൽ നിന്നും അകലെയല്ലെന്നും അത് കണ്ണുകൾ അടക്കുമ്പോൾ അകത്തോട്ട് തിരിയുമ്പോൾ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന നമ്മളിൽ തന്നെയുള്ള അനന്തകോടി ആകാശത്തിന്റെ അത്രയും ശക്തിയുള്ള ഒരു ദിവ്യ ചൈതന്യമാണെന്നും അത് അകത്തോട്ട് അന്വേഷിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണെന്നും ഉദാഹരണം ഗുരു തന്നെ കാണിച്ചു എന്ന് വെച്ചാൽ, കാലടിയിൽ നിന്ന് യാത്ര ചെയ്ത് അന്വേഷിച്ച് നടന്നതാ. എവിടെ കിട്ടും. ഗുരു ഗോവിന്ദന്റെ അടുത്ത് പോയി ചോദിച്ചാൽ, എനിക്ക് ഈ ഇതിനെ ദൈവത്തെ എവിടെ കാണാൻ പറ്റും? കുട്ടിയോട് പറഞ്ഞു, 13 വയസ്സേ ആയിട്ടുള്ളൂ. കുട്ടിയോട് പറഞ്ഞു, നീ ആ പുറത്ത് അവിടെ ഇരിക്ക്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും ഗുരു ഗുഹയ്ക്കകത്തും ശിഷ്യൻ ഗുഹയ്ക്ക് പുറത്തും അവിടെ ഇരുന്ന് മനസ്സിലായി. പിന്നെയും കുറേ കഴിഞ്ഞ് സമാധി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ചോദിച്ചു, എവിടെ? വീണ്ടും അവിടെ ഇരിക്കുക, അകത്തോട്ട് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞപ്പോ ശിഷ്യൻ വിചാരിച്ചു ഗുഹയ്ക്കകത്തോട്ട് നോക്കാനാ പറഞ്ഞേ. ഗുഹയ്ക്ക് പുറത്തിരുന്നിട്ട് അകത്തോട്ട് നോക്കിക്കൊണ്ടേയിരുന്നു, ഒന്നും കണ്ടില്ല. വീണ്ടും ചോദിച്ചു, അകത്തോട്ട് നോക്കിയിരിക്കൂ, കിട്ടും. അങ്ങനെ കുറേ വട്ടം അകത്തോട്ട് നോക്കിയിരുന്നപ്പോ മടുത്ത് അവനവന്റെ അകത്തോട്ട് തന്നെ നോക്കിയപ്പോ അവിടെ മാത്രം കണ്ടു. ഗുഹയ്ക്കകത്തോട്ടും പുറത്തോട്ടും നോക്കിയാലല്ല ലഭിക്കുന്നത്, അവനവന്റെ അകത്തോട്ട് മാത്രമാണ്. അപ്പോ ഇന്ന് നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ വയറിനെ അല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അനാവശ്യമായ ചിന്തകളെയും അനാവശ്യമായ ആഗ്രഹങ്ങളെയും ഒക്കെ ഇന്ന് അവധി നൽകുക. നമ്മൾ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് കണ്ണുകൾ തുറന്നിരിക്കുന്ന അവസ്ഥയല്ല, മറിച്ചോ ബുദ്ധി കൊണ്ട്, നമ്മുടെ ബോധം കൊണ്ട് ഉണർന്നിരിക്കുക. ഓരോ ശ്വാസത്തിലും ശങ്കരാചാര്യർ പറഞ്ഞ് വീണ്ടും അത് തന്നെ ഓർമ്മിപ്പിക്കുന്നു, ഓരോ ശ്വാസത്തിലും ശിവമയം, ഓരോ ശ്വാസവും ശിവമന്ത്രം, ഓരോ നടത്തവും ശിവക്ഷേത്ര പ്രദക്ഷിണം. അപ്പം ജീവിതം ശിവമയമായി മാറുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ഇന്നത്തെ ദിവസം മുതൽ ഓർത്തുവെക്കുക. ദിവ്യമായ ദിവസത്തെ പരിശുദ്ധമായ ആ ബോധത്തെ, നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന അശുദ്ധ ബോധത്തെ ഉണർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. ഭാഗ്യം പോലെയാണെന്ന് ആമി തയ്യാറായി വന്നത്. ഭഗവാന്റെ കടാക്ഷം ആ കുട്ടിയിൽ സംജാതമായത് കൊണ്ട് തന്നെയാണ് കുട്ടി രാവിലെ ഇത്രയും ഭംഗിയായി തന്നെ പഞ്ചാക്ഷരി ആവർത്തിക്കാനും നമ്മുടെ ഇത്രയും ആളുടെ അനുഗ്രഹം എല്ലാവരുടെ അനുഗ്രഹം ആ കുട്ടിക്ക് ലഭിക്കട്ടെ. ഭഗവാന്റെ കടാക്ഷം അവളുടെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. കണ്ണടച്ച് എല്ലാവരും ഒന്ന് ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുക. മറ്റൊന്നുമില്ലാതെ ശുദ്ധബോധത്തിലേക്ക് മാത്രം ലയിച്ചുകൊണ്ട് ഇരിക്കുക.
താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ബാക്കി നമുക്ക് വൈകുന്നേരത്തെ ക്ലാസ് സംസാരിക്കാം. നന്ദി.